പ്രിയപ്പെട്ട ഹൈസ്കൂൾ മക്കളെ, ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടൈം 9:45 മുതൽ 4:15 വരെ ആയിരിക്കും. ഇത് സാറ് വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചായി. ഇത് വന്നു കഴിഞ്ഞു, സർക്കാർ ഉത്തരവിറക്കി. അപ്പോൾ ഇനി യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾക്ക് 9:45 മുതൽ, ഒരുപക്ഷെ രാവിലെ നിങ്ങൾക്ക് 9:45 ഫസ്റ്റ് ബെല്ലും 10 മണിക്ക് ശരിക്കും ക്ലാസ് തുടങ്ങലായിരിക്കും. അപ്പോൾ ഇനി മുതൽ ഒരുപക്ഷെ സ്കൂളുകളൊക്കെ 9:30 ഫസ്റ്റ് ബെല്ലും 9:45 ശരിക്കും ക്ലാസ് തുടങ്ങുന്ന രൂപത്തിലേക്കായിരിക്കും. ശരിക്കും സർക്കാർ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് അരമണിക്കൂർ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ 15 മിനിറ്റ് രാവിലേക്കും 15 മിനിറ്റ് വൈകിട്ടും ആ രീതിയിലേക്കാക്കി. അപ്പോൾ ഇനി മുതൽ 4 മണിക്ക് ക്ലാസ് വിടില്ല. ചില സ്കൂളുകളൊക്കെ 3:50 ക്ലാസ് വിടുന്നുണ്ട്, അല്ലെങ്കിൽ 4 മണിയൊക്കെ ആയിരിക്കും മാക്സിമം. അത് ഇനിയില്ല, 4:15 ക്ലാസ് കഴിയുക. അതുപോലെ തന്നെ 10 മണിക്ക് ഇനി സ്കൂളിൽ കയറി പോകാമെന്നുള്ള ആ ഒരു തോന്നൽ കണ്ട, ഞാനൊക്കെ 10 മണിക്ക് സ്കൂളിൽ കയറി പോയാളാണ്. അപ്പോൾ ആ ഒരു തോന്നൽ ഇനിയില്ല. കാരണം എൻ്റെ വീട് സ്കൂളിൻ്റെ ഏകദേശം അടുത്താണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫസ്റ്റ് ബെല്ല് കേട്ട് കഴിഞ്ഞാലായിരിക്കും ഇവിടുന്ന് ബാഗ് എടുത്ത് പോകേണ്ടത്. ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അതായത് അത്ര ഉള്ളു എനിക്ക് പോകാൻ. അപ്പോൾ ഇനി 9:45 മുതൽ 4:15 വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് ടൈം. ആ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിലവിൽ നിങ്ങൾ ഏത് ബസ്സിലാണോ പോയിരുന്നത് ആ ബസ്സൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. അതിൻ്റെ മുന്നിലത്തെ ബസ്സൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ്. അതുപോലെ തന്നെ നിലവിൽ വീട്ടിലേക്ക് തിരിച്ചു പോയ ബസ്സൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് മാറേണ്ടി വരും. ചിലപ്പോൾ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് 4:05 സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തുന്ന ബസ്സൊക്കെ ഉണ്ടായിരിക്കും. അതിനോടൊക്കെ ഒന്ന് വിട പറയുക. ഇനി 4:15 കഴിഞ്ഞിട്ട് ഏത് ബസ്സാണോ അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക. അതേപോലെ തന്നെ 9:45 സ്കൂളിലേക്ക് എത്തുന്ന ബസ് ഏതാണോ അതും ഒന്ന് കണ്ടുവെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ, അഭിപ്രായം എന്താണെങ്കിലും, ബാഡ് ന്യൂസ് ആവട്ടെ, ഹാപ്പി ന്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്കൂളിൽ നിൽക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഹാപ്പി ആണെന്ന് എഴുതാം. അല്ല, വീട് വിട്ട് ഇനിയും അരമണിക്കൂർ എനിക്ക് സ്കൂളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാഡായിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്നാൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. താങ്ക്